ലിയോ ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു സ്പെഷ്യൽ ഡേ ആയിരുന്നു കേട്ടോ. ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇന്നത്തെ ഔട്ടിങ് ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അപ്പം ഇതെവിടാണെന്നുള്ളതൊക്കെ ഞാൻ പുറകെ പറയാം. ഇന്ന് ഞങ്ങൾ കാറിൽ കയറിയിട്ടാണ് ഞങ്ങളുടെ പ്ലാനിങ് ഇട്ടത് കേട്ടോ. ആക്ച്വലി നമ്മളെവിടെ പോകണം, എങ്ങനെ പോകുന്നു എന്നുള്ള ഒരു പ്ലാനിങ് ഒന്നും ഇല്ലായിരുന്നു. കയറി കഴിഞ്ഞിട്ടാണ് ശരി എല്ലാവരും കൂടെ പോകാം എന്ന് വരെ ഞങ്ങൾ പ്ലാൻ ചെയ്തത്. അങ്ങനെ ഒരു പ്രത്യേക ഒരു പ്ലാനിങ് ആയിരുന്നു. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമായിരുന്നു ഇത്. വയ്യാങ്കര ചിറ എന്ന് പറയുന്ന നമ്മുടെ താമരക്കുളമാണ് കേട്ടോ. ആനയടി താമരക്കുളം ആ ഭാഗത്താണ്, അടൂർ തന്നെ. അടൂരിൽ നിന്ന് നമ്മൾ ഒരു 18 കിലോമീറ്ററാണ് ഞങ്ങൾക്ക് കാണിച്ചത് കേട്ടോ ലൊക്കേഷന്. അങ്ങനെ നമ്മൾ എത്തിയതാണ്. ഒരു സൂപ്പർ സ്ഥലമാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. നമ്മൾ മിക്ക പോകുന്ന സ്ഥലങ്ങളിൽ നമുക്ക് ഒത്തിരി ഇഷ്ടപ്പെടുന്ന സ്ഥലങ്ങൾ തന്നെയാണ്. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെടുന്ന സ്ഥലങ്ങൾ തന്നെയാണ് ഇതുപോലെ. പക്ഷേ ഇത് എനിക്കൊന്നും കൂടെ ഇഷ്ടപ്പെട്ടു. ഇനി ഒന്നും കൂടെ 1-2 വട്ടം കൂടെ പോകണം എന്നുള്ളൊരാഗ്രഹം തോന്നിയ ഒരു സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെയാണ് കേട്ടോ. പക്ഷേ ഇന്ന് എൻ്റെ കൂടെ ടോണി ചാച്ചനൊന്നുമില്ല. ഞങ്ങൾ അങ്ങനെ പോകണമെന്ന് പ്ലാൻ ചെയ്ത് ഇറങ്ങിയതല്ലായിരുന്നു. അതുകൊണ്ട് പെട്ടെന്നായിരുന്നു ഞങ്ങളെല്ലാവരും കൂടെ പിന്നെ പ്ലാൻ ചെയ്തത്. അതുകൊണ്ട് ടോണി ചാച്ചനും ജോണും ഒന്നുമില്ല. പിന്നെ ഞാനും അമ്മയും അജയും അഖിലയും പിന്നെ അമ്മച്ചിയും. അഖിലയുടെ അമ്മയാണ്. അപ്പം ഞങ്ങൾ ഇത്രയും 5 പേരും കൂടാണ് പോയത്. പിന്നെ നമ്മുടെ ലിയോ കുഞ്ഞും ഉണ്ടായിരുന്നു കേട്ടോ. സൂപ്പർ സ്ഥലമായിരുന്നു. ഞങ്ങൾ ഒത്തിരി ഇഷ്ടപ്പെട്ടു. അവിടെ എന്താണ് കുഞ്ഞുങ്ങൾക്കൊക്കെ പ്രത്യേകിച്ച് ഇഷ്ടപ്പെടുന്ന സ്ഥലം തന്നെയാണ്. നമ്മൾ ലാസ്റ്റ് ടൈം കൊട്ടാരക്കര മീൻപിടിപ്പാറ പോയ സ്ഥലം ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അതുമായിട്ട് ചെറിയൊരു സാമ്യമുണ്ട്. അത് ഒരു തോടിൻ്റെ അടുത്താണെങ്കിൽ ഇതൊരു ചിറയാണ് കേട്ടോ. ചിറയുടെ അടുത്താണ്. ഇവിടെയും നല്ല രീതിയിൽ നമ്മുടെ ഗവൺമെൻറ് പാർക്ക് പോലെ ആക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾക്ക് കളിക്കാനുള്ള നല്ല സ്പേസ് ഉണ്ട്. പിന്നെ ഇങ്ങനെ പ്രായമുള്ളവർക്ക് ഇരിക്കാനും നല്ല കാറ്റ് കൊണ്ട് ഇങ്ങനെ ഇരിക്കാം കേട്ടോ. ഇങ്ങനെ കാഴ്ചകൾ കണ്ടിരിക്കാൻ തന്നെ ഒരു പ്രത്യേക വൈബാണ്. അവിടെ പോകുന്നവർക്ക് പ്രത്യേകിച്ച് ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലം തന്നെയാണ്. ഇവിടെ ഫീസ് ഉണ്ട് കേട്ടോ. 50 രൂപയാണ് ഒരു ആൾക്ക് വരുന്ന ഫീസ്. പക്ഷെ നല്ല വെർത്തബിളായിട്ട് എനിക്ക് തോന്നി. ഇങ്ങനെ താമരയില്ല കേട്ടോ, ആമ്പലുകളുണ്ട് പല കളറിലെ. അപ്പം ഇത് നീലത്താമര ഉണ്ടായിരുന്നു. എല്ലാം നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ പോയി നമ്മൾ ചീത്തയാക്കാതിരുന്നാൽ മതി. നല്ല രസമാണ് കേട്ടോ. ഇങ്ങനെ ഒരു ബ്രിഡ്ജൊക്കെ നമുക്ക് വേണ്ടി അവർ പണിതിട്ടിട്ടുണ്ട്. നമുക്ക് ഫോട്ടോസ് എടുക്കാനും ഇവിടെ പോയി നിൽക്കാനും ഒക്കെ നല്ലൊരു സ്പേസ് ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് നല്ല രീതിയിൽ ഇവിടെ ഡെവലപ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ചിറ ഇതുപോലെ വൃത്തിക്ക് ടൂറിസ്റ്റ് പ്ലേസ് ആക്കി മാറ്റിയതിൽ അവർക്കൊരു നല്ലൊരു പങ്കുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. പങ്കുണ്ടെന്ന് തോന്നുന്നല്ല, പങ്കുണ്ട്. ആക്ച്വലി നല്ലൊരു വൈബായിരുന്നു. ഞങ്ങളങ്ങനെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് കഴിഞ്ഞിട്ട് എൻ്റെ സെൽഫി വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. നല്ല സ്പോട്ടാണ്, പ്രത്യേകിച്ച് ഫോട്ടോസ് എടുക്കാനും. അപ്പം വെഡ്ഡിങ് ഷൂട്ടിനായാലും പ്രീ വെഡ്ഡിങ് ഷൂട്ടിനായാലും ഒക്കെ ഫോട്ടോസ് ഒത്തിരി എടുക്കാനുള്ള സ്പേസ് ഉണ്ട്. അതിന് പ്രത്യേക ചാർജ് ചെയ്യുന്നുണ്ട്. 500 രൂപയാണെന്ന് തോന്നുന്നു ക്യാമറയ്ക്കും. പിന്നെ 500 രൂപ ഫോട്ടോ എടുക്കുന്നതിനുള്ള പെർമിഷനുള്ള നമുക്ക് പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അകത്തുനിന്ന് ഫോട്ടോസ് എടുക്കാൻ പറ്റും. നല്ല രീതിയിൽ ഫോട്ടോസ് എടുക്കാൻ പറ്റുന്നു. പിന്നെ ഇതുപോലെ മീൻ വളർത്തുന്നതൊക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങൾ അന്നേരം പോയ സമയത്ത് അങ്ങനെ മീനിന് തീറ്റ കൊടുക്കാൻ നിൽക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ഇങ്ങനെ വീഡിയോസ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതുപോലെ ഇവിടെ ബോട്ടിങ്ങിൻ്റെ ഒരു ഫെസിലിറ്റി ഉണ്ട് കേട്ടോ. നമുക്ക് ബോട്ടിംഗ് ഉണ്ട്. അതിന് പേഴ്സൺ ആണോ അല്ല ഒരു ട്രിപ്പിനാണോ എന്നറിയില്ല. 100 രൂപയാണ് എഴുതിയിരുന്നത്. ആക്ച്വലി ചോദിക്കണമെന്ന് വിചാരിച്ചു നമ്മൾ കയറാത്തതുകൊണ്ട് ചോദിച്ചില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ മറന്നുപോയി കേട്ടോ. അത് ക്ലിയർ. അപ്പം 4 പേര് വെച്ചൊക്കെ പോകുന്നുണ്ട്. 3 വയസ്സിന് മുകളിലുള്ള കുഞ്ഞുങ്ങളെയും നമുക്ക് കയറ്റിക്കൊണ്ട് പോകാനും പറ്റും കേട്ടോ. മോർണിംഗ് 10 ടു നൈറ്റ് 8 വരെയാണ് ഇവിടുത്തെ ടൈമിങ് പറഞ്ഞത്. ഞാൻ അന്വേഷിച്ചപ്പം പറഞ്ഞത് രാവിലെ മുതൽ നമുക്ക് വന്നിരിക്കാം. ഈ 50 രൂപയിൽ തന്നെ നമുക്ക് ഫുൾ ഡേ നമുക്ക് അവിടെ എൻജോയ് ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ അകത്തൊരു ക്യാൻറ്റീൻ സെറ്റപ്പ് ഉണ്ട്. ഞങ്ങൾ ചായയൊക്കെ വാങ്ങിച്ചായിരുന്നു. അപ്പോൾ അവിടെ വേറെ എന്തെങ്കിലും കഴിക്കാനുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. സ്നാക്സ് ടൈപ്പൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. ഇങ്ങനെ അജയുടെ അമ്മയും അജയൊക്കെ ഇരുന്ന് ഇങ്ങനെ ചായ കുടിക്കുകയാണ്. അപ്പോൾ ഞാനിങ്ങനെ ഊഞ്ഞാലും കളിച്ചിങ്ങനെ ഇരിക്കുകയാണ്. അതുപോലെ എൻട്രൻസിൽ തന്നെ ഈ ഒരു 360 വിഷ്വൽ കാണുന്ന വീഡിയോസ് പ്ലേ ചെയ്തിട്ട് കാണുന്ന ഒരു സംവിധാനം ഉണ്ട് കേട്ടോ. അത് 5 മിനിറ്റ്സിന് 50 രൂപയായിട്ട്. അത് പ്രത്യേകം നമ്മൾ ചാർജ് ചെയ്തിട്ട് അത് വന്ന് നമുക്ക് കാണാൻ പറ്റും. അതിലും ഇങ്ങനെ കുഞ്ഞു പിള്ളേരൊക്കെ ഒത്തിരി കാണുന്നുണ്ടായിരുന്നു. അതുപോലെ അമ്മച്ചിക്ക് കാലിനിങ്ങനെ വേദനയുള്ളതുകൊണ്ട് നടക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. അപ്പം ഇങ്ങനെ അമ്മച്ചി ഇങ്ങനെ നമ്മളൊരു സ്ഥലത്ത് നിന്ന് മറ്റു സ്ഥലത്ത് ഇങ്ങനെ പിടിച്ച് നമ്മൾ കൊണ്ടുവരണമായിരുന്നു. അതേ ഉള്ളായിരുന്നു ബുദ്ധിമുട്ട്. അതുകൊണ്ട് അമ്മച്ചി കൂടുതലും ഒത്തിരി നാളുകളായി കേട്ടോ വെളിയിലൊക്കെ ഇറങ്ങിയിട്ട്. എപ്പോഴും വീട്ടിനകത്ത് തന്നെ ഇരിക്കാൻ ഇഷ്ടപ്പെട്ട് തുടങ്ങി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ കാലിൻ്റെയൊക്കെ വേദന കാരണമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ കൊണ്ടുവന്നിട്ട് നമ്മൾ ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു അമ്മച്ചിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതൊക്കെ. പക്ഷേ പിന്നെ ലാസ്റ്റ് ഞങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞിട്ട് ചോദിച്ചു ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചപ്പോൾ ഒത്തിരി ഇഷ്ടപ്പെട്ട് ഇനിയും വരാമെന്നൊക്കെ നമ്മളോട് ഇങ്ങനെ പറഞ്ഞു കേട്ടോ. അതുപോലെ പ്രായമുള്ളവർക്ക് വേണ്ടി മാത്രമല്ല
കുഞ്ഞുങ്ങൾക്കും പിന്നെ എല്ലാവർക്കും പറ്റിയ ഒരു പാർക്ക് പോലെ എനിക്ക് തോന്നി കേട്ടോ. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു പാർക്ക് പോലെ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കുറേ ആക്ടിവിറ്റീസും അവിടെ ചെയ്യാനായിട്ട് ഇങ്ങനെ ക്രമീകരിച്ചിട്ടുണ്ട്. അവിടെ അകത്ത് തന്നെ ഒരു ചെറിയ അക്വേറിയം ടൈപ്പും പിന്നെ അവിടെ കുഞ്ഞുങ്ങൾക്ക് കളിക്കാൻ നല്ല രീതിയിൽ സ്പേസസ് ഉണ്ട്. അതുപോലെ ഇതുപോലെ ഐറ്റംസ് ഇങ്ങനെ നിരത്തി കിടക്കുകയാണ്. പിന്നെ അതല്ലാതെ ചെറിയ ഒരു ജിമ്മ് പോലെ നമുക്ക് അഡൽസിനൊക്കെ കുറച്ച് നേരം എൻ്റർടൈൻമെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ജിമ്മ് അവിടെ സെറ്റപ്പ് ഉണ്ട്. താഴെയും കുഞ്ഞുങ്ങൾക്ക് കളിക്കാനുള്ള ഓരോ ഏജിന് അനുസരിച്ച് കളിക്കാനുള്ള ഇതൊക്കെ ഉണ്ട്. പിന്നെ ചിലതിനകത്ത് പേയ്മെൻറ്റ് നമ്മൾ എക്സ്ട്രാ പേ ചെയ്ത് നമുക്ക് കയറി ഇങ്ങനെ കുഞ്ഞുങ്ങളെയും കൊണ്ട് അവർക്ക് എൻ്റർടൈൻമെൻറ്റ് ചെയ്യാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇത് അഡൾട്ടിന് പറ്റിയ ചെറിയ ഇങ്ങനെ അമ്പെയ്ത്ത് പോലുള്ള കേട്ടോ. അങ്ങനെ അജയ് അത് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഏകദേശം ഒരു 7 മണി 7:30 കഴിഞ്ഞു കേട്ടോ. ലൈറ്റൊക്കെ ഓണാക്കി ആ ലൈറ്റ് ഓണാക്കി കഴിഞ്ഞിട്ടുള്ള വൈബ് കാണാൻ വേണ്ടി ഞങ്ങൾ അവിടെ ഇരുന്ന് കാണുകയായിരുന്നു. അങ്ങനെ ലൈറ്റൊക്കെ ഓണാക്കി കഴിഞ്ഞിട്ടൊക്കെയാണ് നമ്മൾ തിരിച്ചിറങ്ങിയത്. 8 മണി വരെ ഉണ്ട് കേട്ടോ. ഞങ്ങൾ ഒരു 7:15 7:30 വരെ ഇരുന്ന് കാണും. അങ്ങനെ ഞാൻ ലൈറ്റൊക്കെ ഓണാക്കിയത് കഴിഞ്ഞിട്ടുള്ള ഒരു വീഡിയോസ് എടുക്കാൻ വേണ്ടി ലാസ്റ്റ് പോകുന്നതിന് മുമ്പ് ഞങ്ങളിങ്ങനെ ഞാനും ലിയോയും കൂടെ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അമ്മ എനിക്ക് വീഡിയോ എടുത്തു തരുന്നത്. നല്ല രസമാണ് കേട്ടോ. ലൈറ്റ് ഇട്ട് കഴിഞ്ഞിട്ടും കാണാൻ നല്ലതാണ്. ഏകദേശം ഒരു ഈവനിങ് കുഞ്ഞുങ്ങളെയൊക്കെ കൊണ്ടുവരുവാണെങ്കിൽ ഒരു 3:30 മുതൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് 8 o'clock വരെ നിൽക്കുന്നതിൽ നല്ല ഒരു തണുപ്പും ആ ഒരു ചെറിയ ചൂടും ഒക്കെ നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. രാവിലെ മുതൽ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഞങ്ങളൊരു 4:30ക്കാണ് എത്തിയത്. പക്ഷേ എനിക്കൊത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. 3:30 ഒക്കെ ആയിക്കഴിഞ്ഞ് വന്നാൽ നല്ലതായിരിക്കും. കുറച്ചും കൂടെ പിള്ളേർക്ക് കളിക്കാനുള്ള സമയം കിട്ടും. അതുകൊണ്ട് പറഞ്ഞതാണ്. അങ്ങനെ ഇന്നത്തെ ക്ഷീണം തീർക്കാൻ ഞങ്ങളൊരു ഫുൾ മന്തി തന്നെ വാങ്ങിക്കേണ്ടി വന്നു കേട്ടോ. അങ്ങനെ ഒരു ഫുൾ മന്തി വാങ്ങിച്ച് നമ്മളെല്ലാവരും കൂടെ കഴിച്ച് ഇന്നത്തെ ട്രിപ്പ് നമ്മളിങ്ങനെ വൈൻഡപ്പ് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനിയും വീഡിയോസ് വരുന്നുണ്ട്. അപ്പോൾ അതിലും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. ബൈ.